പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 71:21. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ കർത്താവ് ഒരു പുതിയ കൃപയും ഒരു പുതിയ അഭിഷേകവും നൽകി പ്രത്യേകം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആമുഖത്തിൽ കേട്ട വചനം 71 സങ്കീർത്തനത്തിൽ 21 വാക്യമാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ഒരു പുതിയ മഹത്വം ഞാൻ നിനക്ക് നൽകും. കഴിഞ്ഞില്ല, ഞാൻ നിന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പലതരത്തിലുള്ള വിഷമങ്ങളിലും സങ്കടങ്ങളിലും മനസ്സിലാക്കപ്പെടാത്തതിൻ്റെയൊക്കെ ആയ ഒരുപാട് തരത്തിലുള്ള രോഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ വീണ്ടും ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം വീണ്ടും വലിയൊരു മഹത്വത്തിൻ്റെ അവസ്ഥയായി കർത്താവ് മാറ്റും. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതമാണ്. അപ്പസ്തോലന്മാരുടെ കാര്യം ചിന്തിച്ച് നോക്കുക. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ പ്രത്യേക അവസ്ഥയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വലിയ കൃപ, ആശ്വാസദായകനാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും, കുട്ടികളും മുതിർന്നവരും എല്ലാവരും കർത്താവിൻ്റെ സ്ഥലം സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ നന്നായിട്ട് മഹത്വപ്പെടുത്തി ആരാധിക്കാൻ വേണ്ടി പോവാം. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ വരും. കർത്താവ് നൽകുന്ന ആശ്വാസം കൊണ്ട് നമ്മൾ തൃപ്തി അടയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. ഓ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, 71 സങ്കീർത്തനം 21 വചനപ്രകാരം ദൈവമേ, അവിടുത്തെ മഹത്വത്തെയും അവിടുത്തെ ആശ്വാസത്തെയും ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ സ്വർഗ്ഗത്തിൽ നിന്ന് അയക്കണമേ. പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തിയേക്കണമേ, ശക്തിയേക്കണമേ. കർത്താവേ കരം നീട്ടണമേ, അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തിയേക്കണമേ, ശക്തിയേക്കണമേ. കൈകൾ ഉയർത്തി ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത. കർത്താവേ കരം നീട്ടണമേ, അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തിയേക്കണമേ, ശക്തിയേക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് സമൂഹത്തിൽ ഓരോ അംഗങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ,
ജീവിതത്തെ തകിടം മറിക്കുന്ന പരിശുദ്ധാത്മാവേ, മാനസാന്തരം നൽകുന്ന പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകുന്ന പരിശുദ്ധാത്മാവേ, പാപം പണ്ടുയർന്ന പ്രസ്ഥാനങ്ങൾ തകർക്കുന്ന പരിശുദ്ധാത്മാവേ, നട്ടു വളർത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരും വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ അഭിഷേകത്തെ അയക്കണമേ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ പരിശുദ്ധാത്മാവേ, ആഗതമാകട്ടെ. ഹല്ലേലൂയ 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 ഹല 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 കർത്താവിന്റെ ആത്മാവേ, 4 ദുഃഖങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് പടർന്നിറങ്ങണമേ. അപ്പസ്വരന്മാർ ഈ നാമങ്ങളുടെ മേൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, ആരാധന 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 ഹല 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 തളർന്നുപോയ ജീവിതങ്ങൾക്ക് ബലം നൽകുന്ന പരിശുദ്ധാത്മാവേ, മനസ്സ് തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, സഭയെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, കുട്ടികൾക്ക് പഠിക്കാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധിയിൽ ജീവിക്കാൻ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഭാരം മാറട്ടെ, ക്ഷീണം മാറട്ടെ, മടുപ്പ് മാറട്ടെ, അലസത മാറട്ടെ, തീക്ഷണത നിറയട്ടെ, ഉത്സാഹം നിറയട്ടെ, പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ, വചനത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് സ്വീകരിച്ച കൃപയോട് കൂടി നമുക്കിരിക്കാം, സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങേണ്ടത് എങ്ങനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ സഭാപിതാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ പഠനങ്ങള്, വിശുദ്ധരുടെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വിശുദ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്, സഭാപിതാക്കന്മാർ പറയുന്ന കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു അകന്ന ഒരുക്കമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു അടുത്ത ഒരുക്കമുണ്ട്. അനേകം വ്യക്തികൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അച്ഛാ പ്രാർത്ഥിക്കണം നന്നായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സാഹചര്യം ശരിയാകുന്നില്ല, മനസ്സുകൊണ്ട് പല പ്രാവശ്യം തീരുമാനമെടുക്കും, പക്ഷേ പ്രാർത്ഥന മാത്രം അങ്ങോട്ട് നടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. നമുക്കതിനകത്ത് നിന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഒരു വചനം പഠിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 15 വേഴ്സ് 11 and 12. ആ വചനം സ്ക്രീനിൽ വരുന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൊണ്ട് നന്നായിട്ട് ഉറക്കി അങ്ങോട്ട് വായിക്കാം. തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക്
പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. തുടർന്ന് വചനം വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ അസ്തിത്വത്തെ അലസ വിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു. അപ്പൊ കർത്താവിന്റെ ആത്മാവ് വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. നമ്മളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, വളരെ പ്രവർത്തന നിരതമായ ആത്മാവിനാൽ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അറിയാൻ മനുഷ്യൻ വിസമ്മതിച്ചു. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനം കേൾക്കുമ്പോൾ തോന്നും, നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നില്ല അല്ലേ? കാരണം എന്താ, നമുക്ക് ദൈവത്തെ അറിയാൻ, ദൈവത്തെ അറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വചനം കേൾക്കുന്നവരെ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കാണ്, നമ്മൾ ദൈവത്തെ അറിയാൻ ഒരിക്കലും വിസമ്മതിക്കുന്നില്ല അല്ലെ? ദൈവത്തെ അറിയാനുള്ള ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിക്കണ്ട. കാരണം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ സാധിക്കുക? എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക? ദൈവത്തെ അറിയണമെന്നത്, ദൈവത്തെ അറിയാൻ പല മാർഗങ്ങൾ ബൈബിളിലുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മാർഗമാണ് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തെ അറിയാൻ മനുഷ്യന് പറ്റും. മറ്റൊരു കാര്യമാണ് വചനം വായിക്കുക അല്ലേ? വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അറിയുകയാണ്, ഈശോ മിശിഹായെ അറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പലവിധ മാർഗങ്ങൾ, കൗദാശിക ജീവിതം എല്ലാം ദൈവത്തെ അറിയാനുള്ള മാർഗമാണ്. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ അറിയാൻ എനിക്കൊരു വിസമ്മതവും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ, പ്രാർത്ഥിക്കാൻ സമയം വ്യക്തിപരമായി കണ്ടെത്തുന്നില്ല എങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ അറിയാൻ ഒരു വിസമ്മതമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തിപരമായി വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ, തിരുവചനം വായിച്ച് ധ്യാനിക്കാൻ നമ്മളൊരു പരിശ്രമം നടത്തുന്നില്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവത്തെ അറിയാൻ ഒരു വിസമ്മതം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ല, വചനം പഠിപ്പിക്കുന്നത് ശരിയല്ല സഹോദരങ്ങളെ. അതായത് നമ്മെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ നമ്മൾ ആ ജീവശ്വാസത്തെ നമ്മിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ആ ദൈവത്തെ കൂടുതൽ അനുഭവിക്കാനും അറിയാനുമാണ്. അങ്ങനെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ച് അയച്ചിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തെ അറിയണം, ആ ദൈവത്തെ അനുഭവിക്കണം. അതിനുള്ള മാർഗമാണ് പ്രാർത്ഥന, വചനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനകത്ത് ഞാൻ 2 കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനു വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല എങ്കിൽ ആ വചനപ്രകാരം ദൈവത്തെ അറിയാൻ ഒരു വിസമ്മതം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അത് വലിയൊരു അപകടകരമായ സംഗതിയാണ്. ഇതിനെക്കുറിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങൾ വായിച്ച ഇൻസീനു ജേസു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു ചെറിയ വെളിപ്പെടുത്തൽ കിട്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിന്നോട് എന്തെങ്കിലും പറയണമെന്നുള്ളപ്പോൾ ഞാൻ തരുന്ന വചനത്തെ, അതായത് എൻ്റെ ആന്തരിക ശബ്ദം ശ്രവിക്കുന്നതിന് നിന്റെ ഒരുക്കക്കുറവിനോ വിസമ്മതത്തിനോ അല്ലാതെ മറ്റൊന്നിനും തടയാനാവില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കിർബി എന്ന് പറയുന്ന ഒരു അച്ഛന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വെളിപ്പെടുത്തൽ കൊടുത്തത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പൊ ആ പുസ്തകത്തിൽ പറയാണ്, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ, അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരു സമയമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന ആ സമയമാകുന്ന പ്രാർത്ഥന, അതുപോലെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന സമയം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുന്ന സമയം, അത് കർത്താവ് തരും. അതിന് 2 കാര്യങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് പറയാം. 1 നമ്മുടെ വിസമ്മതം, 2 നമ്മുടെ ഒരുക്കക്കുറവ്. ഇതല്ലാതെ വേറെ ഒന്നിനും നമ്മുടെ ഒരുക്കക്കുറവോ നമ്മുടെ വിസമ്മതമോ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും മറ്റൊന്നിനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയോ നമ്മുടെ വചന ജീവിതത്തെയോ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു ഒരുക്കം നടത്തണം അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ചില കാര്യങ്ങൾ മാറ്റി മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ട് എല്ലാം കൊണ്ട് ഒരുങ്ങണം. ഒരു ഒരുക്കം വേണം, ഒരു സമ്മതം വേണം. അവിടെയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ വളരുന്നത്. നമ്മുടെ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ ചെയ്ത ചില പ്രവർത്തികൾ ഞാൻ ചിന്തിക്കാൻ ഇടയായി. മത്തായിയുടെ സുവിശേഷത്തിലാണ് ഒരു വെളിച്ചം അതിനെക്കുറിച്ച് കിട്ടുന്നത്. അതായത് ഈശോ
പിതാവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ഈശോ എടുത്തൊരു എഫേർട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ സെന്റൻസിൻ്റെ ഉള്ളിൽ എന്തുമാത്രം കാര്യങ്ങളാണെന്നറിയാവോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ ഈശോ ഒരു തീരുമാനം എടുത്തു. ഈശോ തീരുമാനം എടുത്ത എന്താ? ഇന്ന് രാത്രി മലയിൽ പോയി തനിച്ച് പിതാവിനോട് കുറേ സമയം പ്രാർത്ഥിക്കണം, കുറേ സമയം പിതാവ് പറയുന്ന കാര്യം കേൾക്കണം. അതാണ് ഈശോ തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഈശോ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ ജനം എന്ത് ചെയ്താൽ ഈശോനെ വിട്ടുപിരിയാതെ നിൽക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ അപ്പസ്തോലന്മാരാണ്. അപ്പസ്തോലർ എന്ത് ചെയ്താലും ശരി ഈശോനെ വിട്ടു മാറിയല്ല, ഈശോനെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കും. Praise the Lord. Praise the Lord. എന്നാൽ സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് ഒരു നല്ല ഒരുക്കം ഉണ്ടായിരുന്നു. ഈശോ അതുകൊണ്ട് എന്ത് ചെയ്തു? വിസമ്മതമില്ല, വേഗം സമ്മതം കൊടുക്കുകയാണ്. ഇന്ന് പിതാവ് രാത്രി പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ട്, ഒരു സമ്മതം കൊടുക്കുകയാണ്. ഒരെണ്ണം ഈശോ എന്ത് ചെയ്തു? സാഹചര്യങ്ങളെല്ലാം ഒരുക്കുകയാണ്. ഈശോ ആദ്യം ചെയ്ത സാഹചര്യം എന്താ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവിടെ ജനക്കൂട്ടത്തെ അല്ലേ ആദ്യം പറഞ്ഞു വിടേണ്ടത്, അല്ലേ? എന്നാൽ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ഈശോ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്. ആർക്ക് പറഞ്ഞു? ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ സഹോദരങ്ങളെ, ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ എളുപ്പമാണ്. ഇപ്പൊ ഈശോ പറയാണ്, ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ജനക്കൂട്ടം പിരിഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യില്ല, അപ്പസ്തോലന്മാര് അത്ര പെട്ടെന്ന് പോവില്ല, അല്ലേ? അപ്പസ്തോലന്മാർ അത്ര പെട്ടു. കാരണം അപ്പസ്തോലന്മാർ ഈശോ തമ്മിൽ അത്ര ബന്ധമായതുകൊണ്ട് അത്ര പെട്ടെന്ന് പോവില്ല. പക്ഷെ ഈശോയ്ക്ക് അതിനേക്കാൾ ബന്ധം ആരോടാ? പിതാവായ ദൈവത്തോടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈശോ വേഗം തന്നെ അപ്പസ്തോലന്മാരെ വേഗം ആദ്യം നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ പൊക്കോ, നിങ്ങൾ വേഗം മറുകരിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാരെ ആദ്യം പറഞ്ഞയക്കുക. അതിനുശേഷം ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, അതിനകത്ത് നിന്ന് അവിടെ എഴുതാത്ത ഒരു കാര്യം നമ്മൾ നന്നായിട്ട് വായിച്ചെടുക്കണം. എന്താണെന്നറിയാം സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളവരോ അടുപ്പമുള്ളതോ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സം. Praise the Lord. Praise the Lord. നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളവര് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സമാവും. നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാവും. ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ളവ, അത് പലതാവാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാവും. പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ, ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ചില ഉദാഹരണം പറയാം. ചിലപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വന്നു നമ്മുടെ എല്ലാം നല്ല ബന്ധം അടുപ്പൊക്കെ ഉള്ളവരാണ്. അങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞിരുന്ന് സംഗതി 7 മണിക്ക് പ്രയർ തുടങ്ങേണ്ടതാണ്. അതങ്ങനെ 10 ആയി 12 ആയി, പിന്നെന്തായി? പ്രാർത്ഥനയില്ല. Praise the Lord. Praise the Lord. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നല്ല ഭയങ്കര താല്പര്യമുള്ള ഒരു വർക്കായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയ ഒരു സംഗതി ആയിരിക്കും. എന്ത് ചെയ്തോ അതിനകത്ത് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ സമയം അങ്ങനെ തന്നെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളോട് അടുപ്പമുള്ളവരും നമ്മളോട് അടുപ്പമുള്ളതും നമുക്ക് ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പ്രാർത്ഥനയ്ക്ക് ആദ്യം തന്നെ സാഹചര്യം ഒരുക്കുകയാണ്. സാഹചര്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോ ഒരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഇത് വിശുദ്ധർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 147-ാമത്തെ കണ്ണികയിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 147-ാമത്തെ കണ്ണിക, അവിടെ വിശുദ്ധ ഫൗസ്തീന പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് വായിച്ച് കേൾക്കാം. നോമ്പുകാലങ്ങളിൽ ദിവസവും അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിച്ചിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ തന്നെയും ദൈവത്തെയും ആഴമായി മനസ്സിലാക്കാൻ സാധിച്ചു. അധികാരികളുടെ അനുവാദം ലഭിച്ചിട്ട് പോലും അപ്രകാരം പ്രാർത്ഥിക്കുവാൻ
എനിക്ക് വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പൊ ഫൗസ്തീന പറയാണ്, ഞാൻ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ആ വിശുദ്ധ കുർബാനയുടെ ആരാധന മുമ്പിൽ പോയിരുന്ന് ഒരു അരമണിക്കൂർ സാഷ്ടാംഗം പ്രണമിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവത്തെ ഒരുപാട് അറിയാൻ സാധിച്ചു. നമ്മൾ ആദ്യം കേട്ട വചനം എന്താ? ദൈവത്തെ അറിയാൻ വിസമ്മതിക്കാൻ മനുഷ്യർ, ആരാധനയ്ക്കിരിക്കാൻ വിസമ്മതം, ജപമാല ചൊല്ലാൻ വിസമ്മതം, വചനം വായിക്കാൻ വിസമ്മതം, വചനം വായിക്കാൻ ഒരുക്കക്കുറവ്, പ്രാർത്ഥനയ്ക്ക് ഒരുക്കക്കുറവ്. എന്നാൽ ഫൗസ്തീന ചെയ്തു. അപ്പൊ ദൈവത്തെ അറിയാൻ സാധിച്ചു. എന്നിട്ട് പറയാണ്, അങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് പോലും. അപ്പൊ അധികാരികൾ പറഞ്ഞു കാണാം, ഒരു കാര്യം ചെയ്യുക, ഈ നോമ്പുകാലത്ത് ഒരു അരമണിക്കൂർ എക്സ്ട്രാ പ്രാർത്ഥിച്ചോ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ എടുത്തോ, അങ്ങനെ അനുവാദം കിട്ടി. എന്നിട്ട് പോലും വിശുദ്ധ ഫൗസ്തീന പറയും, എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പൊ ഈശോ ചെയ്ത ആദ്യ സാഹചര്യം ഒരുക്കി. രണ്ടാമത്തെ കാര്യം, അപ്പസ്തോലന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. രണ്ടാമത്തെ കാര്യം നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അപ്പൊ നമുക്ക് ചില തടസ്സങ്ങൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഗതികൾ വരാം. പക്ഷേ അതിനെ നിർബന്ധിച്ച് പറഞ്ഞു മാറ്റണം. നിർബന്ധിച്ചു എന്ന വാക്ക് വരുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താ? പോകാത്തത് കൊണ്ടാണല്ലോ നിർബന്ധിക്കുന്നത്, അല്ലേ? അപ്പസ്തോലന്മാര് പല ന്യായവാദങ്ങളും പറഞ്ഞ് അവിടെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ടാവും, അല്ലേ? അല്ല ഈശോ തന്നെയല്ലേ, നമുക്ക് ഒരുമിച്ചിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് ഒരുമിച്ച് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് മാറി, പല പല മുടന്ത ന്യായങ്ങൾ അപ്പസ്തോലന്മാർ പറഞ്ഞു കാണും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാതെ നടക്കില്ല. ഒന്ന് സാഹചര്യം ഒരുക്കണം. നമുക്കൊരു നിർബന്ധം, നമുക്കൊരു ഡിസിഷൻ, നമുക്കൊരു പരിശ്രമം ഇല്ലാതെ പ്രാർത്ഥന വളരാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം ഒരു പരിശ്രമം എടുക്കണ്ടേ? വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ അതേ കണ്ണകയിൽ 147 കണ്ണകയിൽ അതിന്റെ താഴ്ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയെ നിലനിൽക്കാനും നാം ക്ഷമയുള്ളവരും ബാഹ്യവും ആന്തരികവുമായ ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ തയ്യാറുള്ളവരുമായിരിക്കണം. പിന്നെ വായിക്കുകയാണ്, മാനുഷികമായ അംഗീകാരവും സമയവുമാണ് ബാഹ്യമായ തടസ്സങ്ങൾ. വീണ്ടും ഫൗസ്തീന പറയാണ്, പ്രാർത്ഥനയ്ക്കായി മാറ്റി വച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധിച്ച് പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, 3 ഭാഗമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ക്ഷമ, ഒരുപാട് പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനാ ജീവിതം നടക്കുകയുള്ളൂ എന്ന് അവിടെ ഫൗസ്തീന പറയുകയാണ്. എന്നിട്ട് പറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഒരു സമയത്തിൻ്റെ ക്രമീകരണമാണ്. വലിയൊരു ബുദ്ധിമുട്ടാണ് സമയത്തിൻ്റെ ക്രമീകരണം. എന്നിട്ട് വീണ്ടും ഫൗസ്തീന പറയാണ്, അതായത് പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഫൗസ്തീന പറയും, ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രാർത്ഥന അങ്ങ് നടത്താൻ പറ്റുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാന്ന് കരുതുക, അപ്പൊ തന്നെ ഈ ജോലിയുടെ അതിൻ്റെ ഇതിൻ്റെ 100 കാര്യങ്ങളും വ്യക്തതയും പല വിചാരം വന്നിട്ട് പ്രാർത്ഥന നടക്കുന്നില്ല. Praise the Lord. Praise the Lord. നമ്മൾ ചിന്തിച്ച് നോക്കണം, ഒരു വിശുദ്ധിയെ സംബന്ധിച്ച് ഇത്രമാത്രം ഞെരുക്കമുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധിയിലേക്ക് വളരാൻ പരിശ്രമിക്കുക നമ്മൾ എന്തുമാത്രം ഒരു തടസ്സമാണ് പ്രാർത്ഥനയിൽ. Praise the Lord. Praise the Lord. അതുകൊണ്ട് ഈശോ ചെയ്ത കാര്യം നമ്മൾ അപ്പോൾ ഒന്ന് പ്രാർത്ഥന ഈശോ സാഹചര്യം ഒരുക്കുക, 2 അപ്പസ്തോലന്മാരെയൊക്കെ ഒന്ന് പറഞ്ഞയച്ച് നിർബന്ധം പറഞ്ഞയക്കുക, 3ാമത്തെ കാര്യം ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ പ്രാർത്ഥന സമയമാകുമ്പോൾ ഒന്ന് പിരിച്ചു വിടാതെ, ഒന്ന് ഒഴിവാക്കാതെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ അവസാനിപ്പിക്കാതെ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റും? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കാരണം സാഹചര്യം ഒരുക്കാത്തതുകൊണ്ടാണ്, ഒരു നിർബന്ധ ബുദ്ധി എടുക്കാത്തത് കൊണ്ടാണ്, ചില കാര്യങ്ങൾ പിരിച്ച് അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 27-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയത് കൊണ്ട് യോദ്ധാം പ്രബലനായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ എൻ്റെ സഹോദരൻ പ്രാർത്ഥന വളരാൻ പറ്റിയല്ല. അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേക്കണം, ഒരു നിശ്ചിത സമയം വെക്കണം പ്രാർത്ഥനയ്ക്ക്, ഒരു നിശ്ചിത സമയം വചനം വായിക്കാൻ മാറ്റണം, ഒരു നിശ്ചിത സമയം കുടുംബ പ്രാർത്ഥനയ്ക്ക് വെക്കണം. അതങ്ങനെ തന്നെ ചെയ്ത് കയറി വരണം. Praise the Lord. Praise the Lord. ഇനി ഇത് മാത്രമല്ല, ഇനി ഭാഗ്യമായ വേറെ ഒരുപാട് തടസ്സങ്ങൾ പിശാചി കൊണ്ടുവരും.
ഞാൻ സത്യത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പിശാച് തൻ്റെ മാക്സിമം ശക്തി ഉപയോഗിക്കുന്നത് മിക്കവാറും ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രമാണങ്ങൾ, ഉദാഹരണം പറഞ്ഞ വ്യഭിചാരം, സ്വയംഭോഗം, അതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ജഡിക പാപങ്ങളോ അശുദ്ധിയോ അതിനൊക്കെ ആയിരിക്കും പിശാച് തൻ്റെ മാക്സിമം ശക്തി ഉപയോഗിക്കുക എന്നാണ് അടുത്ത കാലം വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അതെന്തെങ്ങനെയാണ്? പിശാച് തൻ്റെ മാക്സിമം ശക്തി ഉപയോഗിക്കുന്നത് ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വായിക്കുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 27-25 നമുക്കൊന്ന് വായിക്കാം. പ്രാർത്ഥന കൃപാവരത്തിന്റെ ദാനവും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സുനിശ്ചിതമായ പ്രത്യുത്തരവുമാണ്. പരിശ്രമം എപ്പോഴും അതിന് മുൻ വ്യവസ്ഥയാണ്. ക്രിസ്തുവിന് മുമ്പ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും ദൈവമാതാവും വിശുദ്ധരും അവിടുന്ന് തന്നെയും പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. ആർക്കെതിരെ? നമുക്ക് തന്നെയും മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി പരിശ്രമിക്കുന്ന പരീക്ഷകന്റെ കുതന്ത്രങ്ങൾക്കെതിരെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ CCC പറഞ്ഞു വെക്കാണ്, അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് വെറുതെ ചില കാര്യങ്ങളല്ല. നമുക്ക് മുമ്പുള്ള പഴയ ഉടമ്പടിയിലെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, തുടർന്ന് വന്നു പരിശുദ്ധ അമ്മ, ഈശോ, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് CCC പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പോരാട്ടമുണ്ട്, നമുക്കെതിരെ പോരാടണം. ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ള സമയമായി. പ്രാർത്ഥിക്കാൻ ആത്മാ വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു പോരാട്ടം വേണം. ഇത് വേണ്ടെന്ന് വെക്കാൻ ഒരു പോരാട്ടം നടത്തണം, ഒരു പരിശ്രമം വരണം. എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ, അത് മാക്സിമം പിശാച് പരിശ്രമിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ, അകറ്റാൻ മാക്സിമം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അനേകര് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാരണം ഈ ഒരു പരിശ്രമം, ഈ ഒരു ഒരുക്കം കുറവ്, ഈ ഒരു വിസമ്മതം, അതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ തുറന്ന ആരാധന സമയത്ത് കർത്താവിനെ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മളൊരു പരിശ്രമം കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ ഒരു കൃപ കർത്താവിനോട് ചോദിക്കണം. ഒരു സമയം ഫിക്സ് ചെയ്യണം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേക്കണം, അല്ലെങ്കിൽ ജോലിയും സാഹചര്യം ഉണ്ടെങ്കിൽ പറ്റിയൊരു സമയം ഫിക്സ് ചെയ്യണം. അങ്ങനെ നമുക്കൊരു നിർബന്ധ ബുദ്ധി ഈ കാര്യത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഈശോ ചെയ്തതുപോലെ ചിലപ്പോൾ വളരെ അടുപ്പമുള്ളവരെ ചിലപ്പോൾ പറഞ്ഞു പറയണം, ചില സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കണം, ചിലപ്പോൾ കുറച്ച് പിൻവാങ്ങണം, ചിലപ്പോൾ കുറച്ച് മാറണം, എങ്കിലേ പ്രാർത്ഥന വളരാൻ പറ്റുള്ളൂ. എല്ലാം കൂടിക്കഴിഞ്ഞ് അങ്ങനെ പോയാൽ പ്രാർത്ഥന വളരില്ല. അതുകൊണ്ട് ഈ അഭിഷേകാന്ത ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിക്കുക, ഒരു തീരുമാനം എടുക്കണം സഹോദരങ്ങളെ. അതിന് ആരാധനയെ നമുക്ക് പ്രത്യേകം കർത്താവ് സഹായിക്കട്ടെ. നമ്മെ വിശുദ്ധീകരിക്കാനായി അടുത്ത സന്നിഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, ഹെബ്രായ ലേഖനത്തിൽ അങ്ങിങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിന്റെ അന്ധകരണത്തെ എത്രയധികമായി യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കുകയില്ലേ. കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ബഹുകാര്യ വ്യഗ്രത, പല വിചാരം, പലകാര്യ വ്യഗ്രത, ജീവിത വ്യഗ്രത, പിന്നെയാകട്ടെ എന്നുള്ള ചിന്തകൾ, അലസത, ഒരു പരിശ്രമക്കുറവ്, ദൈവമേ, ഈ മേഖലകളെല്ലാം അവിടുന്ന് ഒരു വിശുദ്ധീകരണം ഞങ്ങൾക്ക് തരണമേ. ഒരു കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് ചൊരിയണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എന്നെ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. ഈശോയേ, എന്നെ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. ഈശോയേ,
എന്നെ കഴുകണമേ ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സവിശേഷമെന്നെ നീ ശോഭിപ്പിക്കണമേ